നിങ്ങൾ ഈ പാലക്കാട് നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നൊരു വേലയുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ പാലക്കാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ ചരിത്രപ്രസിദ്ധമായ വല്ലങ്ങി വേല. ആ വല്ലങ്ങി വേലയ്ക്ക് വെടിക്കെട്ടിന് അനുമതിയില്ല. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. ക്ഷേത്ര കമ്മിറ്റി നൽകിയ അപേക്ഷ ജില്ലാ ഭരണകൂടം തള്ളിയിരിക്കുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് നടപടി. ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ഈ നെന്മാറ വല്ലങ്ങി വേലയും വെടിക്കെട്ടുമെല്ലാം പാലക്കാട്ടുകാർക്ക് ഒഴിച്ചുകൂടാനാവാത്തവരുടെ ജീവിതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ആ ആചാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വല്ലങ്ങി വേലയ്ക്കാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നു. എന്താണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചുകൊണ്ട് പറയുന്നത്? അരുൺകുമാർ, ഈ വെടിക്കെട്ടിന് തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വേലയാണ് ഈ നെന്മാറ വല്ലങ്ങി വേല. ഈ വരുന്ന ഏപ്രിൽ 1, 2, 3 ദിവസങ്ങളിലാണ് ഈ നെന്മാറ വല്ലങ്ങി വേല നടക്കാൻ പോകുന്നത്. 10 ദിവസം മാത്രം ഉള്ള സമയത്താണ് ഈ വേലയുടെ പ്രധാന ചടങ്ങായിട്ടുള്ള വെടിക്കെട്ടിന് തന്നെ ജില്ലാ ഭരണകൂടം ഒരു അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഈ വെടിക്കെട്ട് നടത്തുന്നതിന് 2 മാസം മുമ്പ് തന്നെ കോടതിയിലേക്ക് ഈ ഒരു അപേക്ഷ, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായി സമർപ്പിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഈ നെന്മാറ വല്ലങ്ങി വേലയുടെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിട്ടുള്ളത്. 1-ാം തീയതി ഈ വേലയുടെ 1-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. 2-ാം തീയതിയും 3-ാം തീയതിയുമാണ് പ്രധാന വെടിക്കെട്ടുകൾ നടക്കുന്നത്. ഏതായാലും ഈ വെടിക്കെട്ടുകളൊന്നും ഇപ്പോൾ നടത്താൻ സാധിക്കില്ല എന്നാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇപ്പോൾ ഏതായാലും ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വെടിക്കെട്ടിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ഒരു തീരുമാനം. കാരണം ഈ നെന്മാറ വല്ലങ്ങി വേല ലോകപ്രസിദ്ധമായിട്ടുള്ള വേലയാണ്. അതിന് അത്രയും വലിയൊരു പ്രസിദ്ധി വെടിക്കെട്ടിന് അനുമതിയില്ല എന്നാണ് ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്.